ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡ് പേർഷ്യൻ ഗൾഫിൽ നിന്നും പിൻവാങ്ങി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ അനിശ്ചിതത്വത്തിലായതിനെ തുടർന്നാണ് കപ്പൽ പിൻവാങ്ങുന്നതെന്ന് അമേരിക്കൻ നാവികസേനയുടെ പ്രതിനിധി അറിയിച്ചു. 10 മാസത്തിലേറെയായി മിഡിൽ ഈസ്റ്റിൽ വിന്യസിച്ചിരുന്ന ഈ കപ്പൽ ഇറാനെതിരായ വിവിധ US നീക്കങ്ങളിൽ സജീവ പങ്കാളിയായിരുന്നു. ദീർഘകാലത്തെ കടലിലെ വിന്യാസത്തിനിടയിൽ കപ്പലിനുള്ളിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളും അപകടങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ മാർച്ച് 12-ന് കപ്പലിലുണ്ടായ തീപിടുത്തത്തിൽ 2 നാവികർക്ക് പരിക്കേൽക്കുകയും 100ഓളം കിടക്കകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. കൂടാതെ കപ്പലിലെ ടോയ്ലറ്റ് സംവിധാനത്തിലെ തകരാറുകളും വലിയ തോതിൽ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. നിലവിൽ US-ലേക്കാണ് കമാൻഡിന്റെ പരിധിയിലുള്ള മേഖലയാണ് കപ്പൽ മാറ്റിയിരിക്കുന്നത്. USS ജെറാൾഡ് ആർ ഫോർഡ് പിൻവാങ്ങിയില്ലെങ്കിലും മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക ഇപ്പോഴും ശക്തമായ സൈനിക ശക്തിയുണ്ട്. USS അബ്രഹാം ലിങ്കൺ, USS ജോർജ് W. ബുഷ് എന്നീ 2 വിമാനവാഹിനി കപ്പലുകൾ, 20 യുദ്ധക്കപ്പലുകൾ ഇപ്പോഴും മേഖലയിൽ തുടരുന്നുണ്ടെന്ന് വൃത്തങ്ങൾ വ്യക്തമാക്കി. അതേസമയം ഇറാൻ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം തടയുന്നതും അമേരിക്ക ഇറാനിയൻ തുറമുഖങ്ങളിൽ ഉപരോധം ഏർപ്പെടുത്തുന്നതും തുടരുന്നതിനാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷാവസ്ഥ പരിഹരിക്കപ്പെടാതെ തുടരുകയാണ്. നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ കരാർ നിലവിലുണ്ടെങ്കിലും സമാധാന ചർച്ചകളിൽ പുരോഗതി ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഇറാനുമായുള്ള ശത്രുതയ്ക്കിടെ USS ജോർജ് W. ബുഷ്, USS എബ്രഹാം ലിങ്കൺ എന്നിവയ്ക്കൊപ്പം നിലയുറപ്പിച്ചിരിക്കുന്ന 3 US വിമാനവാഹിനി കപ്പലുകളിൽ ഒന്നാണ് നിലവിൽ ചെങ്കടലിൽ വിന്യസിച്ചിരിക്കുന്ന ഫോർഡ്. അവസാനത്തെ 2 കപ്പലുകളും അറേബ്യൻ കടലിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇറാനിയൻ തുറമുഖങ്ങളിൽ നിന്നും എണ്ണയോ ചരക്കുകളോ കൊണ്ടുപോകുന്ന കപ്പലുകളെ ലക്ഷ്യമിട്ട് US ഉപരോധം ഏർപ്പെടുത്തുന്നുണ്ടെന്നും വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. മെയ് പകുതിയോടെ ഫോർഡ് വിർജീനിയയിലെ സ്വന്തം താവളത്തിലേക്ക് മടങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് ഉദ്ധരിച്ച ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഹോർമുസ് കടലിടുക്കിനടുത്തുള്ള ഉപരോധം നീക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിസമ്മതിക്കുകയും കൂടുതൽ സൈനിക ഓപ്ഷനുകൾ പരിഗണിക്കുകയും ചെയ്യുന്ന സമയത്താണ് ഫോർഡ് പിൻവാങ്ങുന്നത്. ബുധനാഴ്ച വരെ ഫോർഡ് 309 ദിവസത്തേക്ക് വിന്യസിക്കപ്പെട്ടു. ഏതൊരു ആധുനിക US വിമാനവാഹിനി കപ്പലിന്റെയും ഏറ്റവും ദൈർഘ്യമേറിയ വിന്യാസമാണിത്. ഈ കാലയളവ് കപ്പലിനെയും അതിന്റെ ജീവനക്കാരെയും വളരെയധികം ബാധിച്ചു. ലോണ്ടറി റൂമിലെ ഒരു തീപിടുത്തത്തെ തുടർന്ന് കപ്പലിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയതായും കപ്പലിലെ ശുചിത്വ സംവിധാനങ്ങളിലെ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള ആവർത്തിച്ചുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടതായും വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. തുറമുഖത്ത് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ വിപുലമായ അറ്റകുറ്റപ്പണികൾ നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു കോൺഗ്രസ് ഹിയറിംഗിൽ വിപുലീകൃത വിന്യാസത്തെക്കുറിച്ച് നിയമനിർമ്മാതാക്കൾ ആശങ്കകൾ ഉന്നയിച്ചിരുന്നു. USS ഫോർഡിനെ കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട്, പ്രതിനിധി ഗിൽ സിസ്നെറോസ് പറഞ്ഞു. നമ്മൾ എന്ത് വിട്ടുവീഴ്ചകളാണ് നടത്തുന്നത്? ഒരു കഠിനമായ തീരുമാനമെടുക്കൽ പ്രക്രിയയാണ് ഈ വിപുലീകരണത്തിലേക്ക് നയിച്ചതെന്നും പറഞ്ഞുകൊണ്ട് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് തീരുമാനത്തെ ന്യായീകരിച്ചു. നാവികസേനയുമായി കൂടിയാലോചിച്ചാണ് ഇത് എടുത്തതെന്നും കൂട്ടിച്ചേർത്തു. പ്രവർത്തന സന്നദ്ധത ചക്രങ്ങൾ നിലനിർത്തുന്നതിന് സാധാരണ വിമാനവാഹിനി കപ്പലുകളുടെ വിന്യാസം 6 മുതൽ 7 മാസം വരെ നീണ്ടു നിൽക്കും. ഇത് ഫോർഡിന്റെ വിപുലീകൃത ദൗത്യത്തെ ശ്രദ്ധേയമാക്കുന്നു. ജൂണിൽ യൂറോപ്പിലെ പ്രവർത്തനങ്ങൾക്കായി നേവൽ സ്റ്റേഷൻ നോർത്ത് ഫോർക്കിൽ നിന്നും വിന്യസിച്ച ഈ കാരിയർ വെനസ്വേലയ്ക്കെതിരായ എൻഫോഴ്സ്മെന്റ് നടപടികൾ ഉൾപ്പെടെ കരീബിയനിലെ US നടപടികളെ പിന്തുണയ്ക്കുന്നതിനായി തിരിച്ചുവിടപ്പെട്ടു. ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട US പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി അതിന്റെ വിന്യാസം പിന്നീട് വ്യാപിപ്പിക്കുകയും മിഡിൽ ഈസ്റ്റിലേക്ക് മാറ്റുകയും ചെയ്തു. ഉപരോധം നടപ്പിലാക്കുന്നതിൽ US നാവികസേന ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. തിയേറ്ററുകളിലുടനീളം 1 ഡസനിലധികം യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിട്ടുണ്ട്. അറബിക്കടൽ ഇറാനിയൻ എണ്ണയോ ചരക്കോ കൊണ്ടുപോകുന്നതായി സംശയിക്കുന്ന ഡസൻ കണക്കിന് കപ്പലുകൾ US സേന തടഞ്ഞതായും റിപ്പോർട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.